ഒന്ന് പാടിക്കുന്നു. സപ്പിനി സുപ്രപോസിനി. ചായ കുടിക്കാൻ പോ. എന്നാ ചായ കുടിക്കാൻ പോ. ഐസ്ക്രീം ആണ്. ഐസ്ക്രീം ഒന്നും ഇല്ല, ചായ കുടിക്കുന്നേ. അവൻ ചായ 3 കടിയും കഴിച്ചു. അത് 2 കൊട്ട വെച്ചാണ്. മെൽവിൻ എണ്ണിക്കാൻ വയ്യ. CMS കുഴിക്കാല സ്കൂളിലെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന അപ്പച്ചനും ഈ അപ്പച്ചനും ഒരുമിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ആ അപ്പച്ചൻ പറയുന്നത് ഭയങ്കര വഴക്ക്. എന്തോ എടാ ഒരുമിച്ച് താനുവേ കഴിക്കും. കൂടെ ഉള്ളതിന് പ്രയോജനമുണ്ട്. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കപ്പ ഇറച്ചിയുമായിട്ട് വീണ്ടും കാണാം. അതിന് ഒരു ഫോട്ടോ ഞങ്ങൾ എടുക്കും. ഹലോ, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയേക്കുവാണ്. കുടുംബക്കാരെല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഫാമിലിയായിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ ഇതാ ഇവിടെ ഇതെല്ലാം കപ്പയായിരിക്കുമാണ്. അപ്പച്ചൻ. ഹലോ മെൽവിൻ. ഹായ്. എന്നാ ഉണ്ട്? സുഖം. ഇന്നെന്താണ് പരിപാടി? ഇത് നമ്മള് കപ്പയും എല്ലുകറി വെക്കാൻ പോവാണ്. അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കപ്പ അരിഞ്ഞോണ്ടിരിക്കുന്നു. ഇനിയും എല്ലുകറി ഇരിപ്പുണ്ട്. എല്ലുകറി വെച്ചോ? വെച്ചില്ല. എല്ലുകറി വെക്കണം. ഓക്കെ. അപ്പച്ചൻ, ഇന്ന് എന്തുവാണ് പരിപാടി? കഴിക്കാൻ വന്നയാ? അപ്പച്ചൻ അതിന് വന്നയാണോ? എല്ലാരും അടിപൊളിയായിട്ട് ഇന്ന് കഴിക്കുമോ? ആണോ? അപ്പച്ചൻ കഴിക്കുവോ? ഉറപ്പായിട്ട് കഴിക്കും. ഇഷ്ടം പോലെ കഴിക്കണം. നല്ല അടിപൊളിയായിട്ട് കഴിക്കണം. കൊള്ളുന്നതിന് അത്രയും കഴിക്കും. ഓക്കെ. കട്ടൻ കാപ്പിയൊക്കെ വേണം? അപ്പച്ചൻ പച്ചവെള്ളം കിട്ടിയാലും മതി. ഷൈനാൻറ്റി മാത്രമേ ഉള്ളൂ ഇവിടെ അരിയാ. എടാ പിള്ളേരെ എല്ലാരും കൂടെ കൂടറാ. ആണോ? ഷൈനാൻറ്റി എങ്ങനെയുണ്ട് അരിഞ്ഞിട്ട്? ഇനി അപ്പൊ ഷൈനാൻറ്റി ഇത് മാവിയാണ് ഷൈനാൻറ്റി. അപ്പൊ എങ്ങനെ ഇത് മാത്രം ഷൈനാൻറ്റി ആണോ എല്ലുകറി വെക്കുന്നത്, അതോ ബാക്കി ആൾക്കാരുണ്ടോ? എല്ലാരും കൂടെ. അപ്പം ഷൈനാൻറ്റി മാത്രം എന്താ ഇത് മാത്രം അരിയുന്നേ? ഇതിന്റെ പകുതി അമ്മച്ചി അരിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. അത് കുടുംബത്തിൽ നിന്ന് അരിഞ്ഞുകൊണ്ട് പകുതി വന്ന ബാക്കി ഇവിടെ വന്ന് അരിയുവാണ്. ഓക്കെ, അപ്പൊ അരിഞ്ഞു നടക്കട്ടെ. ഇതാണ് ഷൈനാൻറ്റിയുടെ ഹസ്ബൻഡ്. എന്നാ ഉണ്ട്? കുഴിക്കാലയിൽ വന്നതാണ്. വീട്. ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞു. എന്ത് പ്രോഗ്രാം? കപ്പ എല്ലുകറിയും കഴിക്കാൻ വേണ്ടി അതിന്റെ പരിപാടിക്കായിട്ട് ഞങ്ങളെല്ലാം എത്തിയതാണ്. ഇനി ഇതിന്റെ ബാക്കി പരിപാടി അടുക്കളയിൽ കാണാം. അടുക്കളയിലുണ്ട്. അടുക്കളയിൽ നോക്കാം. അടുക്കളയിൽ മമ്മിയുണ്ട്, പപ്പ ഉണ്ട്. മമ്മി എന്നാ ഉണ്ട്? അപ്പൊ ഇവിടാണ് ഇറച്ചിയുടെ സെറ്റപ്പ് അല്ലേ? എല്ലും ഇറച്ചിയും കൂടെ ചേർത്തുള്ള പരിപാടിയല്ലേ? അപ്പൊ അത് നടക്കട്ടെ. അപ്പൊ ഇവിടെ എല്ലുകറി വെക്കുന്നു, അവിടെ ഒരാൾ അരിയുന്നു, പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നു. ഇപ്പൊ ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട് ഇവിടെ. നമ്മളെ കസിൻസ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇപ്പൊ ജോലാലയുടെ വീട്ടിലാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കപ്പ എല്ലുകറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇത്രയും നേരം ക്യാമറയ്ക്ക് പുറയിലായിരുന്നു ജോലാല. ഓക്കെ ജോലാല, പറയൂ എന്താണ് അപ്പൊ ഇന്നത്തെ പരിപാടി, പ്ലാനൊക്കെ ഇങ്ങനെ? എന്താ പറ്റാ പറഞ്ഞോളൂ. കപ്പച്ചീനി എല്ലുകറി. കപ്പച്ചീനി എല്ലുകറി. അതെ, അമ്മച്ചി വന്നില്ല. അമ്മച്ചി താഴെ കുടുംബത്താണ്. അതുകൊണ്ട് അപ്പൊ ഞാൻ അമ്മച്ചി എന്തിയും ചോദിച്ചിങ്ങനെ ഇരിക്കുന്നു. പരിപാടികൾ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്? അപ്പൊ അപ്പച്ചൻ ജലാല രണ്ടുപേരോടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പച്ചനെ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പന് ജ്വലാലേ അതെന്തുവാന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവര് പാട്ട് കേട്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഷൈനി ആൻറ്റി കപ്പയൊക്കെ കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിറക് കത്തിച്ചു. ഇവിടത്തെ കപ്പ വെക്കാൻ രണ്ട് ഇവിടെ ഇറച്ചി കഴുകാൻ കിടക്കുന്നു. എല്ല്, ഇറച്ചി, കപ്പ. മമ്മിത ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മമ്മി എങ്ങനെയുണ്ട് ഇതുവരെയുള്ള സംഭവം? കണ്ണു നീർന്നുണ്ടോ? കണ്ണു നീർന്നുണ്ട്. അതിന് ഹെൽമെറ്റ് വെക്കുന്നു. ഹെൽമെറ്റ് വെച്ചാൽ തലക്കല്ലേ കുഴപ്പം, കണ്ണിനായിരുന്നു. തലയ്ക്കാണ് കുഴപ്പം. അല്ല, അടച്ചു വെച്ചാൽ മതിയോ? മമ്മി എന്ത് പറയുന്നേ?
ഏത് ചുണ്ടല്ലേ? ഉള്ളി കുത്തിയാൽ അങ്ങനെ ആ വെയിറ്റും കൂടെ വേണ്ടായോ പിന്നെ അരിയെ? ആണോ മമ്മി? അപ്പൊ വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ടാ മതി. പൊളിക്കുന്നതിനല്ലേ പ്രശ്നം? അരിയുന്നതിനാണോ പ്രശ്നം? ഓക്കെ. അപ്പൊ കണ്ണും അടച്ചിരുന്ന അരിഞ്ഞ് കണ്ണൊന്നും കീറല്ല, ശരി കൈയൊന്നും കീറല്ല. വേണ്ട കൈ അതിന്റെ ഇടയ്ക്ക് ഇതുകൊണ്ട് ഒരുക്കുന്നതുകൊണ്ട് അവിടെ ഇരുന്ന ഭയങ്കര സംസാരം. ആരോടാണ് മെൽബിനെ? ആരോടാടാ സംസാരം? ആരോടാടാ? ഇവിടെ നിന്നെക്കാട്ടി മൂത്തവരൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇതാരാ? ഇല്ല, ഒന്നുകൂടൊന്നും എടുക്കത്തില്ല. നീ ഇത് പറഞ്ഞ ഇത് ആരാന്ന് പറ. ഏത് ഫ്രണ്ട്? കാണിച്ച ഫ്രണ്ടിനെ ഒന്ന് ചെവി വെച്ച്. ആ ഫ്രണ്ടിനെ എന്റെ ചെവിയിലോട്ട് വെച്ച്. ഫ്രണ്ടിനെ ചെവിയിലോട്ട് പോയി. ഹലോ ഹലോ ഫ്രണ്ടേ, എന്തുവാണ് ഈ ഫ്രണ്ടിന് എന്തോ പെണ്ണിന്റെ സൗണ്ട്? സത്യം പറ, ആരാ? നമ്മളിവിടെ മിണ്ടാൻ പോലും ആരും ഇല്ലാതിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇവിടെ സൊള്ളിക്കൊണ്ടിരിക്കും. ദിസ് ഈസ് ടു മച്ച്. പാവം ഞാൻ. നീ അങ്ങോട്ട് വിളിച്ചേലി ഇതിന്റെ ഇടയ്ക്ക്. നിനക്ക് അവന് മിണ്ടായിരിക്കാൻ വയ്യാന്ന്. ഓ ഓക്കെ ഓക്കെ, സംസാരിച്ചു. ക്യാരി എൻജോയ് മാഡ്. കണ്ടോ ഇവൻ ആസ്ഥാന കോടിയാ ഗൈസ്. കണ്ടോ അവൻ എറണാകുളത്ത് പോയത് എന്തിനാ? ഞാൻ പോന്നു. സംസാരിച്ചോ, ഞാൻ ഇടയ്ക്ക് വരാം. അമ്മച്ചി വീട്ടിൽ നടന്നു വരുവാണ്. അപ്പച്ചാ, അപ്പച്ചന്റെ അമ്മച്ചി വന്നു. ഓക്കെ, അമ്മച്ചി വന്നിട്ടുണ്ട്. അപ്പച്ചൻ ഇത്ര നേരം അമ്മച്ചി എന്ത് ചെയ്യുന്ന തിരക്കുമായിരുന്നു. എവിടെ പോടാ അടുക്കളയിലോട്ട് പോ. അവിടെ എന്തായി നോക്കാം. ആ ഞങ്ങൾ വീണ്ടും വന്നു. ഓക്കെ, ഇവിടെ എന്തായി? ഇവിടെ എന്തേലും ആയോ? ആ ഓക്കെ. ഇതെന്തുവാ? ഇതെന്തിനു വേണ്ടി? എല്ലുകറിക്കുള്ള ഉള്ളിയായി. ഷൈനിയാന്റിയാണ് മെയിനും തോന്നുന്നു. അരിഞ്ഞ് പറക്കിയോ? ഇതെന്തുവാ? കപ്പ ഇങ്ങനെ ഇരിക്കുന്നു. മമ്മി എന്തോ ഇവാ? ആ അത് ഹോട്ട് വീൽസ്. ഇതാണോ ഹോട്ട് വീൽസ്? ആ അമ്മച്ചി, പൊന്നമ്മച്ചി, മമ്മി ഇപ്പൊ എങ്ങനെയുണ്ട് മമ്മിയുടെ അവസ്ഥ? നല്ല അവസ്ഥ. എന്തോ പറ്റി? എന്നാലും എന്തോ ഷൈനിയാന്റിയോട് ചോദിച്ചാലേ കാര്യം. ഷൈനിയാന്റി ഇപ്പൊ എന്തോ ചെയ്യും? നമ്മൾ ഇനി ആരൊക്കെ വരാനുണ്ട് ഇനി? ആ അവരെപ്പോ എത്തും? ഇന്ന് ഇത് കഴിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ഉച്ചയ്ക്കാവുന്ന മനസ്സാധനം. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ ടൈം എത്രയായി? രണ്ട് മെൽബിൻ ഇവിടെ ഇളക്കുന്നു. ഇപ്പൊ ടൈം എത്രയായി? ഇതുവരെ ആഹാരം റെഡി ആയിട്ടില്ല. ഇവര് ഉച്ചക്ക് 1 മണിക്ക് ആഹാരം ആവുന്ന പറഞ്ഞാൽ 3:08 സമയമായി. ഞാനിളക്ക് മെൽബിന്റെ ഇളക്ക് നിർത്തിയോ? ഷൈനിയാന്റി ഇളക്കട്ടെ. അപ്പൊ മെൽബിൻ ഒരു പാട്ട് പാടാവോ മെൽബിൻ? എന്നാലും ഒരു 2 വരി. അമ്മച്ചി ഓടല്ലേ അമ്മച്ചി? മമ്മിക്ക് 2 വരി പാട്ട് പാടാൻ പറ്റുമോ? ഈ ഞാൻ പാടുന്ന പോലെ ഒന്ന് പാടിയാ മതി. സാമ്പ്രദായിനി പാടിക്കേ. സാമ്പ്രദായിനി ഒന്ന് പാടിക്കേ. സപ്പിനി സുപ്രഭോസിനി അത് പാടിക്കേ. സുപ്രഭോസിനി. അത് ഷൈനി ആന്റിയോട് ചോദിക്കാം. ഇല്ല ഷൈനി ആന്റി ഒന്ന് പാടണം. സാമ്പ്രദായിനി ഒന്ന് പാടിക്കോ. ശരി ഒന്ന് പാടിക്കോ ശരി. സാമ്പ്രദായിനി ഒന്ന് പാടിക്കും. സാമ്പ്രദായിനി സപ്പിനി സുപ്രഭാസിനി. റിനോഷത്തി കമോൺ. ഇതെന്തുവാടാ മുൾട്ടിക്കട്ടൊക്കെ അടിച്ചേക്ക്. ഇവിടെ തകർത്തിയാൽ തിരുമുകളാണ്.
ഇപ്പത്തെ 3-3.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുന്ന അപ്പച്ച. അപ്പച്ച ഒന്ന് എണ്ണീച്ച് നടക്ക്. എവിടെ പോവാ? ചായ കുടിക്കാൻ പോകും. കരിയാപ്പില കൊണ്ടുവരാം. ചായ കുടിക്കാൻ പോവാം. എന്നാ ചായ കുടിക്കാൻ പോ. ഐസ്ക്രീം ആണോ? ഐസ്ക്രീം ഒന്നും ഇല്ല, ചായ കുടിക്കുന്നേ വാ. അതിന്റെ ഇടയ്ക്ക് താടിയൊക്കെ പഠിച്ചോണ്ട് എന്തിനാ താടി കാണിച്ചടാ? ഏതാ താടി? ഓ ഭയങ്കരം തന്നെ, ഞാൻ കണ്ടിട്ടുള്ളില്ല. ഫോട്ടോ ഞാൻ ഇട്ടേക്കാം നിന്റെ താടിയുള്ളത്. എന്നാ വാ. എന്റെ കാറാണോ ബൈക്കാണോ? എന്നാ സ്കൂട്ടർ എടുക്കാം, ഞാൻ ബൈക്കിൽ. ഓക്കെ എന്നാ വാ. സാധനം വേടാ, ചായ കുടിക്ക. അപ്പൊ താടി എടാ പാതി വീശായിരുന്നു. പാതി വീശയ്ക്ക് കൊണ്ടുപോകണ. താക്കോൽ എന്ത്? താക്കോൽ എടുക്കാൻ മറന്നുപോയി. താക്കോൽ അപ്പച്ചൻ പോയോ? അപ്പച്ചനെ കാണുന്നില്ല. ഞങ്ങള് ഒരു ചായ കുടിക്കാൻ പോവാ. ഇപ്പൊ വരും. ചായ കുടിക്കാൻ പോയിട്ട് വരാം. ഓ പിടി. അയ്യോ എന്നാ പുറകിലത്തെ എന്നാ മാറ്റി എടുക്കാം. ചെറിയൊരു ചേഞ്ച്. വണ്ടി മാറി. എടാ ആ താക്കോല് കാണുന്നില്ലടാ. മമ്മി ബുള്ളറ്റിന്റെ താക്കോല് കണ്ടോ? ഓക്കെ പിടി. അത് ഫാഷൻ ഫ്രൂട്ട്. ആ ഞങ്ങൾ ഇതിനാ പോന്നെ. പിടി. അല്ല ഹായ്. നോക്കട്ടെ. ഞങ്ങളപ്പോ ചായ കുടിക്കാൻ പോകുന്നു. എടാ എന്നെ കൂടെ വേണോ? എടാ പോലെ നിക്ക, വെയിറ്റ്. ഞാനിവിടെ വരട്ടെ. കമോൺ. അമ്മച്ചി. ആ ഓക്കെ. വിട്ടോ. അയ്യോ ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ പോവാണ്. വണ്ടി ഓടിക്കുന്നത്. അവര് വീട്ടിലിരുന്ന് കപ്പയൊക്കെ ഉണ്ടാക്കുന്ന ആ നേരം കൊണ്ട് വിശപ്പ് തോന്നും. ചായയൊക്കെ കുടിച്ചിട്ട് റിനോഷിന്റെ ചെലവാന്നാ പറയുന്നത്. ആ ഓഫ്കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിട്ടു. കടി ആ സാനിനോട് പറഞ്ഞാൽ മതി, അവൻ നല്ല കടിക്കാരനാ. എടാ നോക്കടാ പാതി വീശക്കാരാ. എല്ലാം കസിൻസ് ആണ്. ഞങ്ങളിപ്പോ 4 പേരെ ഇപ്പൊ ഇവിടെ ഉള്ളൂ. ഹെൽമെറ്റ് ഒക്കെ ധരിക്കേണ്ടതാണ്. ഞങ്ങളുടെ തൊട്ടപ്പുറം വരെ പോകുന്നോണ്ടാ ഇടാഞ്ഞത്. തൊട്ടപ്പുറത്തോട്ട് അവിടാണ് ഞങ്ങളുടെ ചായക്കട ഇവിടെ ഇല്ല, ഓപ്പൺ അല്ല. ഭയങ്കര വൈപ്പ്. വേറെ എവിടെയാടാ കടയുള്ളേ? അവിടെ ആയിരുന്നു ഗൈസ് ഞങ്ങളുടെ ചായക്കട. പക്ഷെ അതില്ല. എന്നാ അപ്പുറത്തോട്ട് കിട്ടു. പക്ഷെ ഹെൽമെറ്റ് എടുത്തില്ല. നിന്റെ ഹെൽമെറ്റ് ഉണ്ട്. ഇവിടെ വരെ ഉള്ളെന്നും പറഞ്ഞായിരുന്നു. അടുത്ത ഇവിടെ കല്യാണം ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ പെട്രോസ് ആണ്. ഞങ്ങൾ ചായക്കട കണ്ടുപിടിച്ചു. ഇവിടെ എന്തോ ഉണ്ട്. ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ചായ. ഹായ് റിനോഷ്, ഞങ്ങൾക്ക് എന്താണ് വാങ്ങിച്ചു തരുന്നത്? റിനോഷ് ചേട്ടന് ചായക്കടയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഉഴുന്നോടെ പറക്കുന്നു. എടുത്തോളാം. സഭ ഇറങ്ങിയോ? എന്തുവാന്ന് വെച്ചാൽ എടുക്കടാ. എല്ലാം റിനോഷ് നോക്കിക്കോളും. റിനോഷ് വേണ്ട ബിജിയൊക്കെ കഴിക്കും. ബോച്ച പറഞ്ഞ പോലെ ചന്തിയും ചമ്മന്തിയും ഒന്നും ഇല്ലയോന്നൊക്കെ ചോദിക്കും. സൈഡിലുണ്ടെന്ന് വെച്ചാ എല്ലാരും ആർത്തി വെച്ച് കഴിക്കല്ലോ. ഞാനിവിടെ പറ്റേ ഹാഷിർ പറഞ്ഞ പോലെ ഞാനിവിടെ വന്നപ്പോ ഈ കട നിറച്ച് സാധനങ്ങളെ തിരിച്ചു ഒന്നും കാണത്തില്ലയോ. ഓക്കെ ഇതാണ് നമ്മുടെ ചേട്ടന്മാര്. ഇപ്പൊ നല്ല ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കി കാണുമ്പോ തന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നില്ല. റിനോഷ് ആണെങ്കിൽ വന്ന നിപ്പിന് തന്നെ ഇപ്പൊ 3ാമത്തെ കഴിപ്പായി. 2 സോറി 2ാമത്തെ ആയി. ഓക്കെ എടാ എനിക്കിവിടെ താടാ. ഞാൻ ഓക്കെ 1 മിനിറ്റ്. ഞാനൊരു ഉഴുന്നോടെ എടുക്കാം. ഇതിനായില്ലല്ലോ. കഴിക്കൂ. കഴിടാ. ഒരു മുട്ട അല്ല മുട്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ കപ്പ ഇരിക്കുന്നു.
വരട്ടെ. അത് ശരിയാ, ഒന്നും ആയിട്ടില്ല. എന്ത് ഒരെണ്ണം കൂടെ കഴി വെട്ടി പൊളക്ക്. ഇങ്ങനെ കഴിക്കണം വാട വീട്ടിൽ കാണാം. സോറി, ഒരെണ്ണം വേണം പറഞ്ഞാൽ പോലെ. അതിന് കറിയും പിടിച്ചോണ്ടിരിക്കാതെ ഒരെണ്ണം എടുത്ത് കഴിച്ചോ. എല്ലാം റിനോസ് നോക്കിക്കോളും. മാക്സിമം 2 ഉദ്ദേശിച്ചു. എടാ 2 പറഞ്ഞ കണക്കിന് വന്നതാ, ഇപ്പൊ 5 നീ വാ തുറക്കില്ല, നിന്റെ കണക്ക് കൂടുതലാ. എന്റെ ഞാൻ അറിഞ്ഞ കഴിച്ചുള്ളൂ കേട്ടോ. അതല്ല പറഞ്ഞേ, ഇവര് കൊടുക്കും നമ്മൾ എത്ര ചെയ്താ. ചുമ്മാ ഞാൻ കൂട്ടി പറയുന്നേ, ഞാൻ ഇത്രയൊന്നും കഴിച്ചില്ല. ചേട്ടാ ഈ കട തുടങ്ങിയിട്ട് എത്ര നാളെ? തുടങ്ങിയിട്ട് 3 മാസമായി. ഞാൻ പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഇവിടെ തന്നെയാണ്. അങ്ങനെയുണ്ട്, കച്ചവടമൊക്കെ ഉണ്ടോ? തെറ്റാണോ? കൊള്ളാം കേട്ടോ, നല്ല സാധനം. പഴംപൊരി ഇല്ലയോ കേട്ടോ? ഞായറാഴ്ച പഴംപൊരി ഇല്ല. അങ്ങനെയാണ്. അപ്പൊ ഞായറാഴ്ച ഇവിടെ പഴംപൊരി ഇല്ല കേട്ടോ. ഈ സ്ഥലം വരുന്നത് എവിടെടാ? നന്നുവക്കാടാണ്. നന്നുവക്കാട്. നിന്റെ വീണ്ടും മൂട്ട്. അല്ല സോറി, അല്ല പെട്ടെന്ന് സ്ഥലം കണ്ട് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ കട. അപ്പൊ പത്തനംതിട്ടന്ന് കോഴഞ്ചേരി പോകുന്ന റൂട്ടില് നന്നുവക്കാട് പള്ളിയുടെ സ്ഥലമൊന്നും പറയില്ല ആരോടും. വന്നടിക്കുമെന്നാണ്. എടാ പോടാ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു. ഇനിയും തിരിച്ച് നിങ്ങൾ കപ്പയും എല്ലുകറിയും കഴിക്കും. അതിന്റെ ഇതിലാണ് നിൽക്കുന്നത് മൊത്തം. ജസ്റ്റ് വിശന്നു, രാവിലെ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് വന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങളത് കഴിക്കാൻ തിരിച്ചു പോവാ. അപ്പൊ ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണാം. റിനോഷ് ഉണ്ട്. മാറ് സോറി, അവിടെ ആയിരുന്നു കറണ്ട്. ഓക്കെ, എടാ വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് കയറുന്നു. അയ്യോ കാർ ഇത് ജോംസി ജാനാണ്. ആണോ? ഒരു കാർ വരുന്നുണ്ട്, ഞങ്ങൾക്ക് പോകണം. ജോംസി ജാന. ജോംസി ജാന, ഹായ് ഹായ്, ഹൗ ആർ യു? എന്തുകൊണ്ട് സുഖമാണോ? ഓക്കെ, എവിടെ പോവാ? മെസ്സേജ്. ഓക്കെ ഓക്കെ, ഹായ്. കല്യാണ പെണ്ണ കട്ടറും പിന്നെ കല്യാണം വീഡിയോ വരുവേ. അവസാനം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചു വന്നു. എടാ നിങ്ങൾ ഈ വീട്ടിലോട്ട് വരുമ്പോ എന്തിനാണ് ഈ വെള്ളം വാങ്ങിച്ച്? തണുത്തോളം വിടുവില്ലേ? ഹായ്, ഹൗ ആർ യു? കപ്പയായോ? കപ്പയായോ? അയ്യോ, നിങ്ങൾക്കൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. നിങ്ങൾക്കൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. താങ്ക് യു. ഷൈനാറ്റിക്കൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഞങ്ങൾ ആ കടയിൽ അവരോട് വരെ പറഞ്ഞു, ഞങ്ങൾ അധികം കഴിക്കുന്നില്ല, കപ്പ എല്ലുകറി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ ജസ്റ്റ് വിശന്നപ്പോ ഒരു ഉഴുന്നോടെ കഴിക്കാം. കപ്പ ഉണ്ടാക്കിയത് ഇതിന് ഇത്രേ ഉള്ളൂ. കപ്പ നമ്മൾ ഇന്ന് ഒരു 11 പേര് ഇവിടെ ഉണ്ട് കഴിക്കാൻ. ഇനി ഒരു 2 പേര് ഇവിടെ വരാൻ. ഓക്കെ, അപ്പം ചെയ്തോ. ഓക്കെ, ഇത് റിനോഷ് കുക്കറില് ഇറച്ചി എല്ലും കൂടി ഇട്ടിട്ടുണ്ട്. ബാക്കി മമ്മി എല്ലാരും വേർത്തെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, പേടിക്കണ്ട, എല്ലാം റെഡിയാക്കി തരാം. പറയുവോ? എടാ വടിയടാ, എടാ വടിയടാ. ഫോട്ടോ എടുക്കാം. ഇവിടെ കപ്പ റെഡിയാവുന്ന ഗ്യാപ്പിൽ വേണ്ട ഇവര് സാനുവിന്റെ മുമ്പ് ഒറ്റയ്ക്കിരുന്ന് ചെയ്തതാ, തന്നെ ഉണ്ടാക്കി ചരച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാക്കി. അവന്റെ ഗ്ലാമർ പോയി, അത് സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നു. അവസാനം ഇവിടെ കടുവ പിടിച്ചു. എന്തി കടു വറുത്തോ? അയ്യോ, കടു വറുത്തല്ലോ. കടു വറുത്ത കിട്ടിയില്ല ഗൈസ്. അങ്ങനെ പറഞ്ഞൊക്കെ കറുവപ്പെട്ട. ഇതെന്ത് ഇത്രയും വെള്ളം? എന്നാ പറ്റട്ടെ. സംഭവം 11 പേരെ പറ്റിക്കാൻ. കപ്പ ഇതാണ്ട് ഇറച്ചി ചൂടാവാനുണ്ട്. അപ്പൊ ഇതാട്ട എന്തുവായി നിങ്ങളുടെ കപ്പ കൊറേ ഗ്യാസിന് അത്രയും ഗ്യാസിന് ഭയങ്കര വില ആയതുകൊണ്ട് ഇവര് എന്ത് ചെയ്യാൻ ഇതിപ്പോ 11 പേർക്കുണ്ട്. 11 പേർക്കുള്ള ഫുഡ് നിങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ 2 പെണ്ണുങ്ങൾ മാത്രമാണോ ഇത് ഉണ്ടാക്കിയത്? ആണോ? അപ്പൊ ഞങ്ങളൊക്കെ എന്തോ ചെയ്തെന്നാ മമ്മി പറയുന്നു. ഞങ്ങൾ തിന്ന് സഹായിക്കും. അപ്പൊ ഞങ്ങൾ ഇവിടെ തിന്നാൻ വന്നു, ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നില്ല ഇത്ര സാധനം. ആര് പറയും? പപ്പ ഇടക്കിടക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളുടെ അപ്പച്ചനാണെങ്കിൽ അവിടെ എത്ര പപ്പ ഉപ്പ് നോക്കാനേ വന്നോളന്ന്.
ആണോ? എന്നാലും ഞാനും അപ്പച്ചൻ കണ്ട് 1.5-3 മണിക്കൂറായിട്ട് അവിടെ ഒറ്റയിരിപ്പിരുന്ന് സഹായിക്കുന്നില്ലേ? അപ്പൊ വിളമ്പാ. ഓക്കെ ഓക്കെ, ബാ 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 ബാ. അമ്മച്ചി ഇവിടെ പുസ്തക വായനയിലാണ്. ഞങ്ങളുടെ സിബിയാൻറ്റി വന്നു. കൊച്ചമ്മ ഹായ്. എന്തുകൊണ്ട് എന്താണ് താമസിച്ചത് ഇവിടെ? ഉറങ്ങിപ്പോയോ? നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആ അങ്ങനെ ഞങ്ങളുടെ കപ്പ റെഡി, എല്ല് കറി എല്ലാം വെച്ചു. അപ്പച്ചൻ കഴിക്കാൻ തുടങ്ങി. എല്ലാരും പോയോ? കപ്പ കൊള്ളാമെന്നാണ് പറയുന്നത്. ബസ്റ്റ് കപ്പ. വാടാ കഴിക്കാൻ പാ. വാടാ കഴിക്കാൻ പാ. എന്തോ കഴിച്ചു? നല്ല കപ്പ. അവിടെ കപ്പയായിരുന്നു. നമുക്ക് ഇന്നൊരു ഡാൻസ് കളിക്കണം. എന്തോ കാലിനകത്ത് ഒരു കാര്യമില്ല. അപ്പൊ പിന്നെ ഉറങ്ങുവാന്ന് കള്ളം പറയുമായിരുന്നു. ബീച്ചാൻ കൂട്ടിരിക്കുവായിരുന്നു. താഴെ വീണു. ആ എന്നാ രണ്ടാമല്ല താഴെ വെള്ളം കിടന്നോണ്ട് എന്തോ സീനും. വാടാ കപ്പ കഴിക്കാം. എടാ ഞാൻ അങ്ങോട്ട് കയറും. എടാ നീ വരുന്നോ? ഇച്ചിരി ഇച്ചിരി കഴിച്ചിട്ട് പോവാം. കാണും നെഞ്ചും. എല്ലാവരുടെയും ഒരു അഭിപ്രായം പറയുക. എങ്ങനുണ്ട് റിനോഷ്? ഹൗ ഈസ് ഇറ്റ്? പറ പറ, ഉറക്കെ പറയണം. അപ്പച്ച വളരെ ക്ഷമിക്കണം. അപ്പച്ചൻ ആ ഒരു തകൃതിയാ കഴിക്കുന്നതിന്റെ ഇടയിൽ അങ്ങോട്ടോ കണ്ടോ കണ്ടോ. അപ്പൊ ഇത് കണ്ട 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 എരിയാണെന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറായി ഇരിക്കാൻ തുടങ്ങി. ആദ്യം 3 മണിക്കൂർ ആ സെറ്റേൽ ഇരിപ്പായിരുന്നു. ഇപ്പൊ 1.5 മണിക്കൂറായിട്ട് ഈ കസാറ ഇരിപ്പ്. ഓക്കെ സജിങ്കളാ കറക്റ്റ് ആയിട്ട് പറയും. എങ്ങനെയുണ്ട് സജിങ്കൾ? നല്ലത് തന്നെയാണോ? ഈ എല്ല് കറി എങ്ങനെയുണ്ട്? എല്ല് കറി അടിപൊളി. ഓക്കെ നല്ലതാണ്. ഓ ഭാര്യ വെച്ചാ നല്ലതല്ലയോ? അത് കണ്ണ് തപ്പിയാ പോകുമെന്ന്. ഞങ്ങളുടെ അപ്പച്ചൻ ആരാന്നും വെച്ച, ഞങ്ങളുടെ അപ്പച്ചൻ പണ്ട് പട്ടാളത്തിൽ ശിപ്പായി ആയിരുന്നു. അപ്പച്ചൻ ശിപ്പായി ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന് നേവിയില് ഏതാണ്ട് നേവി കിട്ടിയിട്ട് പോയില്ല അല്ലേ? നേവി കിട്ടിയിട്ട് പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രാൻസ്പോർട്ടിന്റെ മെയിൻ ഡ്രൈവറായിരുന്നു. പ്രത്യേകിച്ച് പല ഡ്രൈവർമാർ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചന് പുതിയ ബസ് വരുമ്പോ എപ്പോഴും ആദ്യം അപ്പച്ചന് വേണമെന്ന്. ഭയങ്കര വഴക്കായിരുന്നാ പറയുന്നത്. ഞാൻ CMS സ്കൂളിലെ വണ്ടി ഓടിച്ചോണ്ടിരുന്ന അപ്പച്ചനും ഈ അപ്പച്ചനും ഒരുമിച്ച് വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. ആ അപ്പച്ചൻ പറയാൻ ഭയങ്കര വഴക്കായിരുന്നു. എന്താ എടാ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ബസ് ഓടിച്ച് സാനുവേ നിന്റെ കൂടെ ഉള്ളതിന് പ്രയോജനമുണ്ട്. സിബിയാന്റെ കഴിക്കുന്നില്ലേ? സിബിയാന്റെ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. അവന് കറിയിട്ട് കൂടെ സിബിയാന്റിക്ക് കൂടെ ആണോ? എങ്ങനെ എന്ത് കഴിച്ചിട്ട് ഏതായാലും അപ്പച്ചന്റെ നാവിന്ന് കേട്ടല്ലോ. അത് ഓക്കെ. മറ്റേ വർത്താനം എരി ഒന്നും കൂടിയിട്ടില്ല. എരി വേണം. ആ കേട്ടോ, അതാണ് അപ്പച്ചന് പ്രായമായതിന്റെ ആ എരി കൂടുതലും ഉണ്ടാവും. ആണോ? അമ്മച്ചി അവിടെ നിന്ന് കഴിപ്പാണോ? അയ്യോ
അമ്മച്ചി തുടുപ്പേന കഴിക്കുന്നു. ഞാൻ ഇടത്തില്ല അമ്മച്ചി. അമ്മച്ചി ഞാൻ ഇടത്തില്ല, നാണക്കേടാ. എനിക്കറിയാം അമ്മച്ചിയുടെ ഞാൻ എന്തേലും ഇടും. അമ്മച്ചി അപ്പുറത്ത് വന്ന് കഴിക്കുക. അമ്മച്ചി വീഡിയോ കാണുമ്പോഴേ ഓട്ടവാ. എനിക്കെന്തി എന്താ നിങ്ങൾ തീർന്നോ? ഞങ്ങളിനി 3-4 പേര് കഴിക്കാനുണ്ട്. അതെ അതെ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. സിബിയാനി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. യെസ് കണ്ടോ എടുത്തോണ്ട് പോകുന്നു. ഒന്ന് കഴിച്ചടാ ഒരു കഷ്ണം. നല്ലോണം കഴിക്കണം. അതെ, ക്യാമറ വന്നപ്പോഴേക്ക് മാറ്റി. എല്ലും കടിച്ചോണ്ടിരുന്നാ. അമ്മച്ചി എങ്ങനുണ്ട് കപ്പ? അയ്യോ ഗൈസ്, കറണ്ട് പോയി. അമ്മച്ചിയുടെ അടുത്ത് വന്നപ്പോഴേ കറണ്ട് പോയി. ദൈവം അത് മാറ്റി. അതേട്ടാ, അതും വീഡിയോക്കകത്ത് വരുമോ അമ്മച്ചി? അത് പേടിക്കണ്ട. കറണ്ട് പോയെന്നു ഫോൺ പോകത്തില്ല. ദൈവം മാറ്റിയാണ്. എങ്ങനുണ്ട് അമ്മച്ചി? നല്ല കപ്പ. അമ്മച്ചിയാണ് ഫസ്റ്റ് ഇതിന്റെ തുടക്കം താഴെ കുടുംബത്തിൽ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്. അതെ, അമ്മച്ചിക്കാണ് പ്രത്യേക ഫാൻസ് ഒക്കെ. അമ്മച്ചിയുടെ വീഡിയോ ഉണ്ട്. അടിപൊളിയാണോ? ഓക്കെ, ശരിയുണ്ട്. എങ്ങനെയുണ്ട്? തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പറയുവാണോ? അല്ല, അടിപൊളിയാ. ആ, കറണ്ട് വന്നു. അതെ, ഷൈൻ ആന്റിയുടെ സത്യം പറച്ചിലും ഉണ്ടോന്ന് തോന്നുന്നു. കൊള്ളാം, കുഴപ്പമില്ല. ഇനി ആരാ കഴിക്കോളാം? ആ, അതുണ്ട്. മമ്മി മാത്രം എന്താ മാറിപ്പോയിരുന്നു കഴിക്കുന്നു? സ്വസ്ഥമായിട്ട് കൂടുതൽ എടുക്കാം. അപ്പൊ ഒരു എടുത്ത് ഒരു വാ കഴിച്ച് എന്താ കഴി ചൂടാ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മമ്മി എന്റെ കൊച്ചമ്മ മമ്മി രണ്ടും അതിന്റെ കപ്പ കൂടുതൽ ഇറച്ചി കുറവാണല്ലോ. അല്ല വേണ്ട, ഞാൻ പോകുമ്പോ പറഞ്ഞു. വെട്ടിക്കളെ നല്ല ചോറ് അടിച്ച് കഴിഞ്ഞിട്ടാ വന്നത്. അതിന് മുമ്പ് ചായ ചായ 3 കടിയും കഴിച്ചു. അത് 2 പൊട്ട വെച്ചാണ്. മെൽവിൻ എണ്ണിക്കാൻ വയ്യ. മണന്ന് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ മറന്നു. ആക്ച്വലി ഞാൻ വീഡിയോ എടുപ്പിന്റെ ഇപ്പൊ അങ്ങനെ എണ്ണിക്കാൻ പറ്റൂ? 10 മിനിറ്റ് ഇരുന്നിട്ടുണ്ട് ഞാൻ. കിസ്തിരി ഇതല്ല വേണ്ടത്. നിന്റെ അത് നെയ്യില്ല. പക്ഷെ നല്ലതാ ഒരേ കണക്കിന്. വിഷമുണ്ടോ? ബ്ലേഡ് മാതിരിയുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞോ? എടുത്തോണ്ട് വരാം. ഞാൻ പോണേ. അപ്പോ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും ഹാളിൽ വന്നിരിപ്പുണ്ട്. അപ്പൊ ഞങ്ങള് എല്ലാരും പോവാൻ തുടങ്ങുന്ന റിനോഷൊക്കെ പോവാറായി. അപ്പൊ അതിന് മുമ്പ് എല്ലാവരുടെ അടുത്തോട്ടും കൂടെ പോവാം. ഓക്കെ, ഹായ്, ഹലോ. ഇപ്പൊ എല്ലാരും ഉണ്ടോ? ഇവിടെ ഉള്ളവരെ
ബീച്ചാൻ ഒഴിച്ച് ബാക്കി എല്ലാരും ഉണ്ടല്ലേ? ഹായ്. ഓക്കെ മെൽവിൻ, സ്ക്രീൻ തിരിച്ചു വിളിച്ചു. ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. രസമല്ലായിരുന്നു? അടിപൊളി ചേച്ചില്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി? പപ്പാ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റല്ലേ? റിനോഷിന് പോവാൻ ധൃതിയിലാണ്. സുധി സെറ്റ്. സാനു ഓ അമ്മച്ചി 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 ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോന്ന് പറ, കൈ കാണിക്ക്. ആ ജെഫിൻ ഓൺലൈനിൽ ജെഫിൻ ഉണ്ട്. ഹായ്. ഓക്കെ ഓക്കെ ആണോ? അവിടെ അവൻ ധൃതി. അമ്മച്ചി ഓക്കെ കാണിക്ക്, ഇങ്ങനെ കാണിക്ക് ജസ്റ്റ്. പോലെ ഒരു മിനിറ്റ്, ലാസ്റ്റ് ഒരു ഫോട്ടോ. ഓക്കെ അപ്പച്ചാ സെറ്റല്ലേ? അപ്പച്ചന് ആറ്റിറ്റ്യൂഡ്. ഓക്കെ ഷേൻഡി സെറ്റ് ആയിരുന്നു. എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ വാവ്. എല്ലാരും ഒന്ന് ആഞ്ഞോടിച്ചേ. അപ്പോ ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കപ്പ ഇറച്ചിയുമായിട്ട് വീണ്ടും കാണാം. അതിന് ഒരു ഫോട്ടോ ഞങ്ങൾ എടുക്കും. ഓക്കെ ബൈ 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 ബൈ. രക്ഷപ്പെട്ടു, അവൻ മുങ്ങി. ഓക്കെ അപ്പോ എല്ലാരും കൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ